ഹലോ ഗായ്സ്, എല്ലാവർക്കും ആർക്കെ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് കൃത്യമായ സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഒരു നെയിം ഈറ്റിംഗ് ചലഞ്ചുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. നമ്മുടെ ഈ ചാനലിൽ ആദ്യമായിട്ടാണ് നമ്മളൊരു ചാലഞ്ച് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ഒരു വീഡിയോ ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളോട് ഒരു സന്തോഷ വാർത്ത അറിയിക്കാനുണ്ട്. നമ്മുടെ ഈ ഒരു ചാനൽ 7000 സബ്സ്ക്രൈബ് ഫാമിലി കടന്നിരിക്കുകയാണ് കേട്ടോ. അപ്പൊ അതിനായിട്ട് സഹായിച്ചിട്ടുള്ള നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. അപ്പൊ നമ്മുടെ നെയിം മീറ്റിംഗ് ചലഞ്ചിലേക്ക് നമുക്ക് ഒട്ടും സമയം കളയാതെ കടക്കാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് റൗണ്ടിലേക്ക് കിടക്കുകയാണ്. ടോട്ടൽ നമ്മുടെ ഈ ഒരു ചാലഞ്ച് 4 റൗണ്ട് ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് റൗണ്ടിൽ എൻ്റെ ഈ കസിനാണ് നമ്മൾ ഈ ലോട്ട് എടുക്കുന്നത്. ഇതിൽ 4 നെയിമാണുള്ളത്. അപ്പോൾ ഫസ്റ്റ് നെയിം അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളത് മനാസാണ്. അപ്പോൾ മനാസ് എന്നുള്ള നെയിമാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി മനാസിന്റെ ഓരോരോ ലെറ്റേഴ്സുമായിട്ട് നമുക്ക് ഈ ഒരു ബൗളിൽ വന്നിട്ട് നമുക്ക് അടുത്തതായിട്ട് കാണാം. മനാസ് എന്ന് പറയുന്ന ഫസ്റ്റ് റൗണ്ടിലുള്ള മനാസിന്റെ 5 അക്ഷരങ്ങൾ MANAS എന്നുള്ള 5 അക്ഷരങ്ങൾ നമ്മൾ ഇതിൽ എഴുതിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചലഞ്ച് ഇവിടെ ആരംഭിക്കുകയാണ്. ഇവിടുന്ന് നമ്മൾ ഒരക്ഷരം നമ്മൾ 2, 3, 4 പിന്നെ അടുത്ത 5ാമത്തെ അക്ഷരം മനാസിന്റെ 5ാമത്തെ അക്ഷരം ഇവിടെ തന്നെയാണ് എടുക്കുക. സെക്കൻഡ് റൗണ്ടിൽ വരുമ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. അത് ഫിനിഷ് ആവുന്ന സ്ഥലത്ത് നിന്ന് തൊട്ടടുത്ത ആളിൽ നിന്ന് തേർഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ നമ്മൾ 4 റൗണ്ടാണ് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ മനാസിന്റെ ഫസ്റ്റ് ലെറ്റർ ഇത് റാൻഡ് ആയിട്ടാണുള്ളത്. അപ്പോൾ ഇത് ഏതാണെന്നൊന്നും ആർക്കും അറിയില്ല. അപ്പോൾ ഫസ്റ്റ് ലെറ്റർ മനാസിന്റെ ഇവിടെയാണ് എടുക്കുന്നത്. മനാസിന്റെ എന്നാണ് അവർക്ക് കിട്ടിയത്. അപ്പൊ ഇനി ഇവിടെ മനാസിന്റെ A ആണ് കിട്ടിയത്. ഏതാണെന്ന് നമുക്ക് അറിയില്ല. എനിക്ക് മനാസിന്റെ M ആണ് കിട്ടിയത്. അപ്പൊ മൻ ആയിട്ടുണ്ട്. അപ്പം മന ആയിട്ടുണ്ട്. ഇനി അവർക്ക് നോക്കേണ്ട ആവശ്യമില്ല. അവർക്ക് SN ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ ഫസ്റ്റ് റൗണ്ട് നമ്മളിവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കിട്ടാനുള്ള ഫുഡ് ഈ ഒരു ബോക്സിൽ അടിയിൽ റാൻഡ് ആയിട്ട് വരും. അത് നമുക്ക് സർപ്രൈസ് ആണ്, എന്താണെന്ന് നമുക്ക് അറിയില്ല. അപ്പോൾ നമ്മുടെ ക്യാമറമാൻ അതിവിടെ കൊണ്ടുവെക്കും. അപ്പോൾ നമുക്ക് നേരെ ഇനി നമുക്ക് കഴിക്കുന്നതിലേക്ക് കിടക്കാം. ഇതിൻ്റെ എന്നാണ് ഇവർക്ക് കിട്ടിയത്. അപ്പോൾ എന്നിനുള്ള സർപ്രൈസ് ആയിട്ടുള്ള ഫുഡ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അവളെ ഓപ്പൺ ചെയ്തോട്ടെ. അപ്പോൾ നമുക്ക് ഒരുമിച്ച് തന്നെ ഓപ്പൺ ചെയ്യാം. അവളെ ഓപ്പൺ ചെയ്യും. 3, 2, 1. ഇവർക്ക് നെറ്റ്സ് ആണ് കിട്ടിയിട്ടുള്ളതല്ലോ. ഫസ്റ്റ് തന്നെ എനിക്ക് നല്ല റൈസ് കിട്ടിയിട്ടുണ്ട്. വേഗത്ത് കഴിച്ചോ. രണ്ടെണ്ണം കഴിച്ചോ. എന്ന് കഴിഞ്ഞു. ഇനി A ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. ഇവളുടെ A ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതും കൂടി ഒന്ന് തുറന്നു നോക്കാം. 3, 2, 1 go. ഒന്നെനിക്കാണ് ഇവർക്കൊക്കെ ഭാഗ്യമുള്ള നമുക്കൊന്നും കളിക്കുന്നതിനായിട്ട് എക്സ്പീരിയൻസ് ആണ്. അടുത്തതായിട്ട് മനാസിൽ എൻ്റെ എമ്മിൻ്റെ പേരാണ്. അപ്പൊ നമുക്ക് എമ്മിൽ എന്താണ് ഉള്ളതെന്ന് നോക്കാം. 3, 2, 1 go. മാംഗോ ആണ് കിട്ടിയത്. മയോണൈസ് ആണ് കിട്ടിയത്. മിൽക്ക് മേഡ്. കാണുമ്പോ മയോണൈസ് പോലെ തന്നെ ഉണ്ട്. പക്ഷെ കഴിക്കുമ്പോ അല്ലത് മിൽക്ക് മേഡാണ്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് എയിൽ ഇനി വന്നിരിക്കുന്നത്. ഓൾറെഡി എയിൽ ഇവർക്ക് കിട്ടിയതാണല്ലോ അൽപ്പലീവ്. ഇനി എന്താണ് എയിൽ വരാൻ പോകുന്നത് നമുക്ക് നോക്കാം. 3, 2, 1 go. ഇത് ആൽമറായി ഐസ്ക്രീം ആണ്. ദുബായിത്താണ്. ഇത് എന്താണ് നമുക്കൊന്നും പറയാം. ദുബായിത്തെ സാധനങ്ങളൊക്കെ മാത്രമേ.
അപ്പൊ ഇനി ഇവിടെ ആണ് മന ഓൾറെഡി ആയിട്ടുണ്ട്, എസും കൂടി ആവാനുള്ളൂ. മന S4 എന്താണ് ഇവർക്ക് കിട്ടാൻ നോക്കാം. ഫസ്റ്റ് റൗണ്ടിലൊക്കെ നല്ലത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവർക്ക് എന്താണ് കിട്ടാൻ നോക്കാം. അപ്പൊ നമുക്ക് ഇത് തുറന്നു നോക്കാം. 3, 2, 1 ഗോ. സിപ്പപ്പ് ഇത് ഈ റൗണ്ട് മൊത്തം നല്ല തന്നെയാണ് കിട്ടിയത്. അപ്പൊ ഈ പ്രാവശ്യം ആർക്കും ബാഡ് ആയിട്ടുള്ള ഫുഡൊന്നും കിട്ടിയിട്ടില്ല. അപ്പൊ എല്ലാവരും പ്രതീക്ഷിച്ചോളി ഇനി അടുത്ത റൗണ്ടിലൊക്കെ എന്തായാലും കിട്ടിക്കോളും. ടേസ്റ്റ് ഉണ്ടോ? ചാലഞ്ചിന്റെ ഫസ്റ്റ് റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ മനാസ് എന്നുള്ള നെയിം ഇവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. മനാസിൽ 5 ലെറ്റേഴ്സിൽ എനിക്ക് കിട്ടിയത് M4 മിൽക്ക് മേഡ് ആയിരുന്നു കേട്ടോ. എനിക്ക് കിട്ടിയത് M4 nuts and S4 super. എനിക്ക് കിട്ടിയത് A4 alkali bun. എനിക്ക് കിട്ടിയത് A4 അൽമറ ഐസ്ക്രീമാണ്. ഇതൊക്കെ വെറൈറ്റി ആയിരുന്നു കേട്ടോ. ഈ റൗണ്ടിലത്തെ ഭാഗ്യവതി ഇവളാണ്. കാരണം വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം ഇവക്കാണ് കിട്ടിയത്. ഈ റൗണ്ടിൽ ആർക്കും പണിയൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. അപ്പൊ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ രണ്ടാമത്തെ റൗണ്ടിലേക്ക് കിടക്കാം. ഒന്നാമത്തെ റൗണ്ട് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് രണ്ടാമത്തെ റൗണ്ടിലേക്ക് കിടക്കാം. മനാസ് വരികയുള്ള ബാക്കി 3 നെയിംസ് ഇതിലുണ്ട്. ഇനി ഇവളാണ് സെലക്ട് ചെയ്യുന്നത്. മധു എന്നുള്ള പേരാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് മധുവിന്റെ ലെറ്റേഴ്സ് ഈ ബോളിലേക്ക് ചേഞ്ച് ആക്കാം. അപ്പൊ നമ്മുടെ മധുവിന്റെ ലെറ്റേഴ്സ് ഇതിലേക്ക് എഴുതിയിട്ടുണ്ട്. MADU 4 ലെറ്റേഴ്സ് ഇതിലുണ്ട്. അപ്പൊ നമുക്ക് ഓരോ ലെറ്റേഴ്സ് ആയിട്ട് സെലക്ട് ചെയ്യാം. കഴിഞ്ഞത് ഇവളാണ് ലാസ്റ്റ് അവസാനിപ്പിച്ചത്. അപ്പൊ ഇനി ഇവളിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, M ആണ് കിട്ടിയത്. മധുവിന്റെ ഫസ്റ്റ് ലെറ്റർ തന്നെയാണ്. A ഉണ്ടതാണ്. എനിക്ക് കിട്ടിയത് D ആണ്. അപ്പോൾ എനിക്ക് കിട്ടിയത് D ആണ്. ഓക്കെ, U ആണ് കിട്ടിയത്. അപ്പൊ ഇനി സംശയമില്ലാതെ പറയാം. ഓക്കെ, A ആണ്. നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. മധു MADU ആയിട്ടുണ്ട്. അതിന് നമുക്ക് അതിൻ്റെ ഓരോ സാധനങ്ങൾ നമ്മുടെ ഈ മിസ്റ്ററി ബോക്സിൽ വരും. എന്താണെന്ന് നോക്കാം. അപ്പൊ നമ്മുടെ എമ്മിന്റെ സംഭവം എന്താണ് ഫുഡ് എന്നുള്ളത് ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പൊ M കിട്ടിയവർക്കുള്ള ഫുഡ് ഇതിനകത്തുണ്ട്. അപ്പൊ നമുക്കിത് തുറന്നു നോക്കാം. ഓക്കെ, 3, 2, 1 ഗോ. മാംഗോ ആണ് കിട്ടിയത്. എന്ന് വിളിച്ച് മാംഗോ. അപ്പൊ സെക്കൻഡ് റൗണ്ടും വളരെ സാധനം കൊണ്ട് തന്നെ തുടങ്ങിയിട്ടുണ്ട്. സാധാരണ D വെച്ചിട്ടുള്ള എനിക്കായിട്ടുള്ള മധുവിന്റെ D വെച്ചിട്ടുള്ള ഐറ്റം ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഇത് തുറന്നിട്ട് എടുക്കാം. 3, 2, 1 ഗോ. യെസ് ഗൈസ്, അപ്പൊ നമുക്ക് കിട്ടിയത് ദുബായിലുള്ള ഒരു സ്പെഷ്യൽ കുനാഫ ചോക്ലേറ്റ് ആണ്. നമുക്കിത് കഴിക്കാം. സ്പെഷ്യൽ നല്ല സൗണ്ട് ഉണ്ട്. മൈക്ക് ഉണ്ടെങ്കിൽ കേൾപ്പിച്ചത്. ഇനി ഇവരുടെ വയാണ് U ആണ് ലെറ്റർ. അപ്പൊ ഇതിനകത്ത് നമുക്ക് വീണ്ടും തുറക്കാം. 3, 2, 1 ഗോ. സ്പെഷ്യൽ എന്തോ സാധനം നമുക്ക് തോന്നുന്നു. വെറൈറ്റി തന്നെ. ലാസ്റ്റ് ലെറ്റർ ആയിട്ടുള്ള A എടുക്കുന്നത്. A ഇവിടേക്കാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇതിനകത്ത് Aയുടെ എന്തോ സാധനം വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഇത് തുറക്കാം. 3, 2, 1 ഗോ. അച്ചാറാണ് Aക്ക് വന്നിട്ടുള്ളത്. ഇതിപ്പോ പണിയാണെന്ന് വെച്ചാൽ ഇത് ഇഷ്ടമില്ലാത്ത ഒരു പണിയല്ല. ഈ റൗണ്ട് വലിയ രീതിയിൽ കഴിച്ചോ. ഈ റൗണ്ടിൽ സെക്കൻഡ് റൗണ്ട് ഇവിടെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ ഈ റൗണ്ടിൽ വലിയ തോതിൽ പണിയൊന്നും ആർക്കും കിട്ടിയിട്ടില്ല. കാരണം നമ്മൾ അച്ചാറ് പണിയാവുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അച്ചാർ അവർക്ക് ഇഷ്ടമായതുകൊണ്ട് അതൊരു പണിയായിട്ട് മാറിയിട്ടില്ല. പിന്നെ ഇവർക്ക് ഉപ്പുവെള്ളം കിട്ടി. അത് കുറച്ച് ഉപ്പ് കൂടിപ്പോയി. അത് മാത്രമേ ഉള്ളൂ പണി. അപ്പോൾ ഇവർക്ക് ഈ റൗണ്ട് കുറച്ച് മോശമായിരുന്നു. എനിക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു. എനിക്ക് D4 ദുബായ് കുനാഫ ചോക്ലേറ്റ് ആയിരുന്നു എനിക്ക് ഈ റൗണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. എനിക്ക് M4 മാംഗോ ആയിരുന്നു കിട്ടിയത്. എനിക്ക് A4 അച്ചാറായിരുന്നു. എനിക്ക് U4 ഉപ്പുവെള്ളമാണ് കിട്ടിയത്.
അപ്പൊ നമുക്ക് ഇനി നേരെ ഒട്ടും സമയം കളയാതെ തേർഡ് റൗണ്ടിലേക്ക് കിടക്കാം. ചലഞ്ചിന്റെ തേർഡ് റൗണ്ടിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇനി ഇതിൽ രണ്ട് പേര് മാത്രമേ ഉള്ളൂ. ഇനി എൻ്റെ വഴിയാണ്. അപ്പൊ നമുക്ക് ഇതിലുള്ള പേര് ഏതാണ് സെലക്ട് ചെയ്യാം. ഇതിൽ വന്നിട്ടുള്ള പേര് എന്ന് പറയുന്നത് ഫാരിസ് എന്ന് പറയുന്ന പേരാണ്. അപ്പൊ ഇനി നമുക്ക് ഫാരിസിന്റെ ലെറ്റേഴ്സ് ഒക്കെ എടുക്കാം കേട്ടോ. ഫാരിസിന്റെ FARIS 5 ലെറ്റേഴ്സ് ഇതിനകത്ത് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇത് 5 ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ചിലപ്പോൾ ഇത് 2 വട്ടം എടുക്കേണ്ടി വരും. കാരണം ഇത് റൊട്ടേറ്റ് ചെയ്ത് വരുമ്പോൾ ഞാൻ 2 വട്ടം എടുക്കേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ 5 ലെറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഞാൻ തന്നെ സെലക്ട് ചെയ്യും വേണം. അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളത് A ആണ് കേട്ടോ. ഇനി ഇവരുടെയാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇവർക്ക് F ആണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇവരാണ്. കൈ കിട്ടി. ഓക്കെ എസ് കിട്ടി. അപ്പൊ ഇത് 6 ആയിരിക്കും. എസ് ഇത് 6 ആണ്. അപ്പൊ എനിക്ക് കിട്ടിയിട്ടുള്ളത് A മാറുവാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇതിന്റെയൊക്കെ ഫുഡ്സ് എന്താണെന്ന് നോക്കാം. Aയുടെ ഫുഡ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് തുറന്ന് നോക്കാം കേട്ടോ. 3, 2, 1 ഗോ. എക്ലെയർ ആണ് കിട്ടിയിട്ടുള്ളത്. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ഫുഡ്. നമ്മുടെ ഫാരിസിന്റെ F ഇവർക്കാണ് കിട്ടിയത്. ഇനി അവളുടെ വഴിയാണ്. അപ്പൊ ഇതിനകത്ത് എന്താണെന്ന് നോക്കാം. 3, 2, 1 ഗോ. ഫിഷ് ഫ്രൈ വെറൈറ്റി. കഴിഞ്ഞ റൗണ്ടിൽ ഒരു കുറച്ച് ബാഡായിട്ടുള്ള ഒന്ന് കിട്ടിയതുകൊണ്ട് ഇപ്രാവശ്യം നല്ല ഏറ്റവും ഗുഡായിട്ടുള്ള ഇവക്കുള്ളതാണ്. ഇവർക്ക് I ആണ് കിട്ടിയിട്ടുള്ളത്. ഫാരിസിന്റെ I. ഇപ്പൊ നമുക്ക് ഇനി Iക്ക് എന്താണ് വന്നത് നോക്കാം. 3, 2, 1 ഗോ. ഇത്ര നേരം എന്തൊക്കെയോ കഴിച്ചതിന് ഐസ് വാട്ടർ കുടിച്ചിട്ട് പറയാ. ഫാരിസിന്റെ അടുത്ത അക്ഷരം S ഇവക്കാണ് കിട്ടിയത്. അപ്പൊ നമുക്ക് ഈ എസ്സിനകത്ത് ഇതിന് എന്താണുള്ളത് നടത്തി നോക്കാം. ഇപ്പൊ ഫാരിസിന്റെ S. 3, 2, 1 ഗോ. കിട്ടിയിട്ടുള്ളത്. ഇത് പണിയാന്ന് വിചാരിക്കുന്നൊക്കെ അവരവർക്ക് ഇഷ്ടമായിട്ട് ഓരോ സാധനങ്ങളാണ് വരുന്നത്. ലാസ്റ്റ് ലെറ്റർ ആയിട്ടുള്ള അതായത് പാരീസിൽ നമ്മൾ എടുക്കുന്നതിൽ ലാസ്റ്റ് ലെറ്റർ ആയിട്ടുള്ള 6 വീണ്ടും റൊട്ടേറ്റ് ചെയ്ത് വന്ന് എനിക്ക് തന്നെ കിട്ടിയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇത് തുറക്കാം. ഇതിനകത്തുള്ള 6 എടുത്ത് കഴിക്കാം. 3, 2, 1 ഗോ. അപ്പൊ റൈസ് ആണ്. കറി വേണോ? തേർഡ് റൗണ്ട് ഇവിടെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പൊ ഈ തേർഡ് റൗണ്ടിൽ എനിക്ക് കിട്ടിയിട്ടുള്ളത് A for എക്ലെയറും R for റൈസും ആണ്. എനിക്ക് കിട്ടിയിരിക്കുന്നത് F for നല്ല ഫിഷ് ഫ്രൈ ആണ്. എനിക്ക് കിട്ടിയിരിക്കുന്നത് I for ഐസ് വാട്ടർ ആണ്. എനിക്ക് കിട്ടിയത് S for സോസ് ആണ്. അപ്പൊ ഇത്രയും സാധനങ്ങൾ കിട്ടി നമ്മുടെ തേർഡ് റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ നെയിം ഇതിലുണ്ട്. നമ്മുടെ ഫോർത്ത് റൗണ്ട്. അപ്പൊ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ ഫോർത്ത് റൗണ്ടിലേക്ക് കിടക്കാം. അത് ഇവിടെ തന്നെ വഴിയാണ്. അടുത്ത വഴി എടുത്തത് അമൽ. അപ്പൊ അമൽ എന്നുള്ള പേരാണുള്ളത്. അപ്പൊ ഇതിന്റെ 4 ലെറ്റേഴ്സുമായിട്ട് നമുക്ക് ഇവിടെ നമ്മൾ ആരംഭിക്കുകയാണ്. അപ്പൊ നമ്മുടെ അമൽ എന്നുള്ള നെയിമാണുള്ളത്. അപ്പം നമ്മൾ എടുത്തു കഴിഞ്ഞില്ല. അപ്പം നമ്മൾ ഇനി എടുക്കാൻ പോവാണ്. അമലിൻ്റെ AMAL 4 ലെറ്റേഴ്സ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇവളാണ് ഫസ്റ്റ് തന്നെ എടുക്കേണ്ടത്. അപ്പം നമ്മളിവിടെ എടുക്കുകയാണ്. ഫൈനൽ റൗണ്ടിലെ ലെറ്ററാണ് അത്. ബാക്ക് നീ ഓർഡറിലാണ് വരുന്നത്. എല്ലാണ് നമുക്ക് കിട്ടിയത്. മിക്കവാറും ഓക്കെ ആയിരിക്കും. ഇത് പ്രവചനം തെറ്റില്ല. ഓക്കെ ആണ്. മിക്കവാറും ഇതൊക്കെ M ആയിരിക്കും. അപ്പൊ തെറ്റി. അപ്പൊ എനിക്ക് AMAL. ഓക്കെ. അപ്പൊ നമുക്കിനി അതിന്റെ ഫുഡ്സ് എന്താണെന്ന് നോക്കാം.
ഇവിടെ ആരംഭിക്കാണ്. അപ്പൊ അമലിന്റെ ആദ്യം എല്ല് വെച്ചിട്ടാണ് നമ്മൾ ആരംഭിക്കുന്നത്. അപ്പൊ എല്ല് വെക്കാണ്. അപ്പൊ നമുക്ക് എല്ലിന് എന്ത് ഫുഡാണെന്ന് നോക്കാം. 3, 2, 1 ഗോ. ലെമണാണ് കിട്ടിയിട്ടുള്ള എല്ല് വെച്ചിട്ട്. അപ്പൊ പീനെ അങ്ങോട്ട് കുടിച്ചോ. ഇപ്പൊ കിട്ടിയ ഫിഷൊക്കെ ദഹിച്ചു. അത് ഫിഷൊക്കെ ദഹിക്കാൻ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഡെസേർട്ട് ആയിട്ട് നമുക്ക് നമ്മുടെ അമലിന്റെ എല്ല് ഓൾറെഡി കഴിഞ്ഞു. ഇനി 2 എമ്മാണ് ബാക്കിയുള്ളത്. അതിലൊരു ഏക്കാണ് കിട്ടിയിട്ടുള്ളത്. ഇനി അവരുടെ ടേണാണ്. അപ്പൊ നമുക്ക് ഏക്ക് എന്താണ് കിട്ടിയിട്ടുള്ളത് നോക്കാം. 3, 2, 1 ഗോ. എല്ലാവരുടെയും പ്രതീക്ഷ തെറ്റാതെ അത് അവിടെ തന്നെ ആയിരിക്കുന്നു. കടി കുറച്ച് ചെറിയ കടിയായതുകൊണ്ട് ഇതിന് വിഷയമില്ല. രണ്ടാമത്തെ ഏഴയുടെ ഫുഡ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഏഴയുടെ ഫുഡ് എന്താണെന്ന് ഇവരുടെ ടേൺ ആണ്. നമുക്ക് തുറന്നു നോക്കാം. 3, 2, 1 അത് ഇഷ്ടമുണ്ടെങ്കിൽ ഒരു പണിയാണെന്ന് നമുക്ക് നല്ല ലാസ്റ്റത്തെയും അക്ഷരത്തെ ഞാൻ തിന്നാൻ പോവാണ്. ഇതിനകത്ത് എം ആണുള്ളത്. എമ്മിന് എന്താണുള്ളത് നോക്കാട്ടോ. 3, 2, 1 പൊട്ടില്ല. ടൈപ്പ് ഓഫ് നെയിം ഈറ്റിംഗ് ചലഞ്ച് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് ചലഞ്ച്? അപ്പൊ എനിക്ക് ഇതിലൊറ്റൊരു പണി പോലും കിട്ടിയിട്ടില്ല. ഞാൻ ഭാഗ്യവാനാണ് ഈ ഒരു ചലഞ്ചില്. അപ്പൊ മധു, അമൽ, ഫാരിസ്, മനാസ് ഇത് ഈ 4 നെയിമായിരുന്നു നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ ഇനി നമ്മൾ ഇതുപോലത്തെ നെയിം ഇതിൽ ചലഞ്ച് ചെയ്യാൻ റെഡിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് താല്പര്യം ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്റിൽ നിങ്ങളുടെ നെയിം അറിയിച്ചാൽ നമ്മൾ അതിനൊരു റാൻഡായിട്ട് കുറച്ച് പേര് നെയിം സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഇനിയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ചാലഞ്ച് വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു ചാലഞ്ചുമായി ബന്ധപ്പെട്ട് നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റിൽ അറിയിക്കണേ. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതിലേക്കും എല്ലാവർക്കും ബൈ ബൈ.